കൂട്ടുകാരെ, ട്രാവൽ വിത്ത് മീ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും എൻ്റെ ഡ്രൈവറും ഞങ്ങൾ UAE നിന്ന് നാട്ടിൽ വന്നു. ഇന്ന് ഏപ്രിൽ 26-ാം തീയതിയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആണ്, രണ്ടുപേരുടെ സെയിം ഡേറ്റ്. ഞങ്ങളിങ്ങനെ അടൂർ പിള്ളേരുടെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ. അതിന് വേണ്ടിയിട്ട് പത്തനംതിട്ട അടൂർ നിന്ന് റാന്നിക്ക് പോവാം. പത്തനംതിട്ട ഈ സ്ഥലമൊക്കെ പരിചയമുള്ളതാണോ? കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഡ്രൈവറെ പിടിച്ചാനൊന്നും ക്യാമറമാനാക്കി. ഞാനങ്ങ് ഡ്രൈവർ പോയി. ഞങ്ങളെല്ലാവരും ഉണ്ട് വീട്ടിലെ. രണ്ടമ്മമാർ, 2 കുഞ്ഞുങ്ങളും ഉണ്ട് ഞങ്ങളുടെ കൂടെ. ഇന്നലെയെല്ലാമായിട്ട് നല്ല മഴയായിരുന്നു. അതിൻ്റെ ചൂടിന് ചെറിയൊരു കുറവുണ്ട്. പക്ഷേങ്കിൽ റോഡിലെല്ലാം നല്ല തിരക്കാണ്. എൻ്റെ മാജിക് ട്രീ കാരണം കാണാൻ പറ്റുന്നില്ല. ഇതിൻ്റെ അപ്പുറം ഇരിക്കുന്നത് മിയയെ കണ്ടിട്ടുണ്ടോ? ട്രാവൽ വിത്ത് മിയ, ഞങ്ങളുടെ യൂട്യൂബറെ കണ്ടിട്ടുണ്ടോ? ഇതാണ് മിയ. മിയയുടെ ബ്രദറിനെ കൊണ്ട് കാണിച്ച്. അവന് റീൽസിലൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ മമ്മി കാണിച്ച്. മമ്മിക്ക് ക്യാമറയ്ക്ക് വന്ന് വരാൻ നാണമായിരിക്കും. മമ്മി ഭയങ്കരമായിട്ട് ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല. ഞങ്ങളുടെ സഹാവ് അച്ഛമ്മ ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു. അത് വല്ലാത്തൊരു സൗണ്ടായി പോയില്ലേ. ഇതാണ് അച്ഛമ്മയ്ക്ക് വണ്ടിയിൽ സ്പീഡ് വരുമ്പോൾ അച്ഛമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. കിടന്നാലേ വിളി. ഞാൻ ഇതൊരു എൻ്റെ ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു. ഇനി കുറച്ച് ദിവസം നാട്ടിൽ കാണും. ട്രാവൽ വിത്ത് മിയ എന്തെങ്കിലും പറയാനുണ്ടോ? മിയ എന്തെങ്കിലുമൊക്കെ പറ. എങ്ങനെയുണ്ട്? പള്ളിയാണ്. പത്തനംതിട്ടയിലെ സിഗ്നൽ ആദ്യത്തേത്. ഈ സിഗ്നൽ ക്രോസ് ചെയ്ത് ടൗണിലോട്ട് പോകുന്ന വഴിയാണ്. നമുക്ക് നേരെ പോയി പത്തനംതിട്ടയിൽ ചെറിയ വ്യൂസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. കാണാൻ പറ്റുന്ന വണ്ടിക്കകത്ത് നിന്നുണ്ട്. ഞങ്ങളുടെ എല്ലാ വ്ളോഗുകളും ഈ പറയുന്നില്ല വണ്ടിക്കകത്ത് വെച്ച് ഷൂട്ട് ചെയ്യുന്ന ഒരു വിധത്തിലാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ബോറാവില്ല. ഞങ്ങൾ നല്ല നല്ല വീഡിയോസ് എടുക്കാൻ ശ്രമിക്കാം. സിഗ്നൽ വീണ് ഗ്രീനായി. ഞങ്ങളിങ്ങനെ ഇത് ആക്ച്വലി 1 വേ റോഡാണ്. സ്റ്റഡി ജംഗ്ഷനാണ്, 1 വേ റോഡാണ്. നമ്മളിതിലിങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ ജനറൽ ആശുപത്രി എയർ ക്യാമ്പിൻ്റെ പോലീസ് ക്യാമ്പിൻ്റെ അതിങ്ങനെ ജനറൽ ആശുപത്രി ജംഗ്ഷനിലേക്ക് പോവുകയാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ക്യാമറമാൻ്റെ പിന്നെ ഇത് മർത്തോമ സ്കൂളിന്റെ അടുത്ത് അങ്ങനെയുണ്ടല്ലോ. മർത്തോമ സ്കൂൾ വരുന്നത് ഇവിടുത്തെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ടല്ലോ, NDHS പത്തനംതിട്ട. ഇത് ഇവിടെ ഉള്ളതാണ് മർത്തോമ ഹൈസ്കൂൾ. ഇതൊന്ന് കാണിച്ച് ഇന്ന് കാണിച്ചു. മർത്തോമ ഹൈസ്കൂള് പത്തനംതിട്ട, മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂള്. ഇത് കോൺഗ്രസിന്റെ ഏതൊരു ഓഫീസാണ്. ഇവിടെ പോലീസിന് വേണ്ടി ക്യാമ്പോ കാര്യങ്ങളോ ഇല്ല. ഹെഡ്ക്വാർട്ടേഴ്സ് അല്ലേ സ്ക്വാഡ്. ഇവിടെ ഒരു ENT ഉണ്ടായിരുന്നു, ഡോക്ടർ കുഞ്ഞച്ചൻ. പണ്ട് വരുന്ന ഓർമ്മയുണ്ടോ അച്ഛമ്മ? അയാൾ പുള്ളി ഉണ്ടോ ഇപ്പം? നമ്മുടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ അവിടെ ജംഗ്ഷനിൽ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ പോകുന്നതാണ് കലക്ട്രേറ്റ് വരുന്നത്. ഇവിടെ റൈറ്റ് തിരിഞ്ഞാൽ ടൗണിൽ നമുക്ക് പോകാം. അതിൻ്റെ കൂടെ ജനറൽ ആശുപത്രി ജംഗ്ഷൻ വന്നേക്കാണ്. ആശുപത്രി വികസനം പരിപാടികളും ഒക്കെ റിനോവേഷനൊക്കെ നടക്കുന്നില്ല. പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കും. എല്ലാം പൊളിച്ചു കുറച്ചിട്ടൊക്കെ വന്നു. പണ്ട് കോവിഡ് വന്നപ്പോൾ DDRC നമ്മൾ ഇതിൻ്റെ കോവിഡ് ടെസ്റ്റ് എടുക്കാൻ വന്ന ഓർമ്മയുണ്ടോ ഡ്രൈവറെ? പത്തനംതിട്ട നഗരത്തിൻ്റെ ചെറിയ ചെറിയ കാഴ്ചകളാണ്. അന്ന് നമ്മൾ വന്ന ഇത് സ്വാബ് എടുക്കാൻ വന്ന ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ ഒത്തിരി നടന്നു പോയിട്ടുള്ളതല്ലേ?
ആക്കിയാലും കുഴപ്പമില്ല. നമുക്ക് ഒരു പത്തനംതിട്ട ട്രിപ്പ്, അടൂർ ട്രിപ്പ് എന്ന് പറഞ്ഞ് ടൈറ്റിൽ കൊടുത്ത് ചെയ്യാം. വീഡിയോസ് എല്ലാവരും കാണണം കേട്ടോ. നിങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. നമ്മൾ പത്തനംതിട്ട കൂട്ടുകാരെ നമ്മൾ പത്തനംതിട്ട BSN ജംഗ്ഷനിൽ വന്നിട്ടുണ്ട്. BSN ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അവിടെ ഇങ്ങനെ മുന്നോട്ട് പോയി KSRTC പുതിയ സ്റ്റാൻഡ്, പഴയ സ്റ്റാൻഡ് തന്നെ ഒരു റിനോവേറ്റ് ചെയ്തതാണ് ഒരിക്കലായി. പണ്ട് ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എപ്പോഴും വന്നിട്ടിരുന്ന ഇവിടുന്ന് ആയിരുന്നു വണ്ടിക്ക് കൊണ്ടിരുന്നത്. പ്രൈവറ്റ് വണ്ടി കയറി കഴിഞ്ഞ് കുമ്പഴ കൂടി കറങ്ങിയായിരുന്നു. KSRTC പെട്ടെന്ന് ചെല്ലുമായിരുന്നു, കൺസെഷൻ കിട്ടത്തില്ലെന്നായിരുന്നു. ഇവിടെ ഒരു ഇതില്ലായിരുന്നു, തോംസൺ ബേക്കേഴ്സ് മാറ്റി. ജഡായി അല്ലേ, ചുട്ടിപ്പാറ. ഇവിടെ ഉറക്കം നിരോധനമേയില്ല കേട്ടോ. ബിരിയാണി തിന്നുകൊണ്ട് ഭയങ്കര ക്ഷീണം. ഞങ്ങൾ ഇന്ന് അടൂർ കേക്ക് വേൾഡിലെ ബിരിയാണി, നല്ല വലിയ ബിരിയാണി കേട്ടോ. കൂട്ടുകാരെ നമ്മൾ പത്തനംതിട്ട SP ഓഫീസ് ജംഗ്ഷനിലാണിത്, ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയം. ഇവിടെയാണ് നമ്മുടെ ക്യാൻറ്റീനൊക്കെ. ഞാൻ ക്യാൻറ്റീനിൽ വന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ. പിന്നെ ഇവിടെ ഞങ്ങളിങ്ങനെ മൈലപ്രാവിൻ്റെ ലക്ഷ്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇടത്താവളം. ശബരിമല തീർത്ഥാടക സമയത്ത് ഇവിടെയാണ് ശബരിമല ഇടത്താവളം. ഇതിൽ ഇവിടെ തീർത്ഥാടകർ വന്ന് റെസ്റ്റ് ഒക്കെ എടുക്കും, വണ്ടി പാർക്കിംഗ് സൗകര്യമൊക്കെയാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ബൈക്കിൽ പോകുമായിരുന്നു. ഇങ്ങനെ രാവിലെ പത്തനംതിട്ട കാത്തോലിക്കൽ കോളേജിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്. എന്നിട്ട് ഈ സമയത്ത് ഇങ്ങനെ ബൈക്കിൽ പോകുമായിരുന്നു. അതൊരു ജീവിതത്തിൽ ഒരു മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച സമയമായിരുന്നു. പൊതുവെ ഈ റോഡ് നല്ല തിരക്കാണ് ഇപ്പോഴും. എന്ന് വെച്ചാൽ പത്തനംതിട്ട ടൗണിലോട്ട് വരുന്ന വാഹനങ്ങളും തിരുവനന്തപുരം സൈഡും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ഇങ്ങനെ വണ്ടി തിരക്കുള്ള റോഡ്. കൂട്ടുകാരി നമ്മൾ മൈലപ്ര ജംഗ്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വളരെ പ്രശസ്തമായ ഒരു പള്ളിയൊക്കെ ഉണ്ട്. ഒന്നല്ല, സത്യത്തിൽ ഈ ജംഗ്ഷനിൽ 2 പള്ളിയുണ്ട്. നമ്മൾ പക്ഷേ ഈ സൈഡിലും ഒന്ന് ആ സൈഡിലും. അവിടെ പള്ളിയുണ്ടല്ലേ? ഇതൊരു പള്ളിയാ. പിന്നെ വലിയൊരു പള്ളി ഇവിടെ വരുന്നുണ്ട്. ഇതൊരു വലിയ പള്ളിയാണ്. വലിയ പള്ളി. ഇവിടെ എല്ലാവരും ഇങ്ങനെ യാത്ര ഇവിടെ പെരുന്നാളൊക്കെ വരുമ്പോൾ നല്ല വൈബാണ്. റോഡിൽ ഭയങ്കര സാധാരണ കഴിഞ്ഞ് നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്ക്. ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഈ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്ന നമ്മുടെ ചാനലിലെ ഓണർ ട്രാവൽ വിത്ത് മിയാണ്. മിയയുടെ ഫേസ് കാണിച്ച് അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.